സുനിൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ പത്തനംതിട്ട. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം, കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി വകയാർ കേന്ദ്രമായി നടന്ന പോപ്പുലർ ഫിനാൻസ് നിക്ഷേപക തട്ടിപ്പ്. ഏതാണ്ട് 30,000 നിക്ഷേപകരാണ് ഈ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത്. 2020 ഏപ്രിൽ മാസത്തിലാണ് ഈ തട്ടിപ്പിനെ പറ്റി പുറം ലോകം അറിയുന്നത് തന്നെ. ഏതാണ്ട് 3,000 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതിൻ്റെ ഉടമകൾ നടത്തിയത്. അന്നു മുതൽ തട്ടിപ്പിന് ഇരയായ നിക്ഷേപകർ നിരവധി സംഘടനകൾ രൂപീകരിച്ച് തങ്ങളുടെ നഷ്ടപ്പെട്ട തുക തിരികെ ലഭിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ നിക്ഷേപക കൂട്ടായ്മ PFDA അഥവാ പോപ്പുലർ ഫിനാൻസ് ഡിപ്പോസിറ്റേഴ്സ് അസോസിയേഷനാണ്. ഇതുകൂടാതെ ഒരു വക്കീൽ കൂട്ടായ്മയായ PGIA അഥവാ പോപ്പുലർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയും പല വിധത്തിൽ കേസുകൾ നടത്തുകയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടാനുള്ള നടപടികൾ, അതിൻ്റെ പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റേഴ്സ് സ്കീംസ് ആക്ട്, അതായത് ബഡ്സ് ആക്ട് 2019, ബഡ്സ് കോടതി ആലപ്പുഴ ഭരണസിരാ കേന്ദ്രത്തിൽ രൂപീകരിച്ചു, പ്രവർത്തനം ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതാണ് നിക്ഷേപകർക്ക് നൽകാനുള്ള ഏറ്റവും പുതിയ വാർത്ത. 2024 ആഗസ്റ്റ് മാസം 16 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ഈ ചടങ്ങിൽ കേരള ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ശ്രീ A. മുഷ്താഖ് മുഹമ്മദ് അധ്യക്ഷനായി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് CT രവികുമാർ, അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് V. രാജ വിജയരാഘവൻ, ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ എന്നിവരും ഈ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. സർക്കാർ രൂപീകരിച്ച കോമ്പീറ്റൻ്റ് അതോറിറ്റി നേരത്തെ തന്നെ പ്രവർത്തനക്ഷമമാണ്. ബഡ്സ് കോടതി ആലപ്പുഴയിൽ രൂപീകരിക്കുവാനുള്ള തീരുമാനം കേരള മന്ത്രിസഭ 3 മാസം മുൻപേ എടുത്തതാണ്. 9 സ്റ്റാഫുകളെയും മന്ത്രിസഭ ഇതിൽ നിയമിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കോമ്പീറ്റൻ്റ് അതോറിറ്റി എല്ലാ ജില്ലകളിലും കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ലേലം വിളിച്ച് നിക്ഷേപകർക്ക് നൽകുവാനുള്ള കോടതി നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ സുദീർഘവും സമയമെടുക്കുന്നതുമായ ഒരു പ്രക്രിയയാണ് ഇത്. അതുപോലെ ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയ സ്വത്തുകളും കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള കോടതി വ്യവഹാരങ്ങളും PFDAയും മറ്റ് സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. EDയും വളരെയധികം സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. എന്തായാലും ബഡ്സ് കോടതി രൂപീകരിച്ചതോടെ കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ അധികാരങ്ങൾ വിപുലം ആവുകയും എത്രയും പെട്ടെന്ന് പോപ്പുലർ ഫിനാൻസ് ഉടമകളുടെ കണ്ടുകെട്ടിയ സ്ഥാവര ജംഗമ വസ്തുക്കൾ ലേലം ചെയ്ത് അത് എത്രയും വേഗം നിക്ഷേപകർക്ക് ലഭിക്കുവാനുള്ള നടപടികൾക്ക് ഊർജം പകരുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 3 മുമ്പാകെ പത്തനംതിട്ട കളക്ടർ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് അത് അബ്സല്യൂട്ട് ആക്കുവാനുള്ള ഇൻ്റർവ്യൂ അഗ്രിമെൻറ്റ് IA അനുവദിച്ചിട്ടുണ്ട്. കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ കൈവശമുള്ള വസ്തുക്കൾ ലേലം ചെയ്യുവാനുള്ള നടപടികൾക്കും തുടക്കം ആകുകയാണ്. പോപ്പുലർ ഫിനാൻസിൻ്റെ ഭൂരിഭാഗം വസ്തുവകകളും പത്തനംതിട്ട ജില്ലയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പോപ്പുലർ ഫിനാൻസ് ഉടമകൾ ഇന്ത്യക്ക് വെളിയിലേക്ക് കടത്തിയ പണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതായത് ED അതുപോലെ CBI പോലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും കുറച്ച് ഊർജ്ജസ്വലമാക്കേണ്ട ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ കുറേ വർഷത്തിനിടയ്ക്ക് അനവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളാണ് തകർന്ന് തരിപ്പണമായത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. നിത്യേന നമ്മൾ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ എന്തുകൊണ്ട് നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾക്ക് അവബോധം ഉണ്ടാകുന്നില്ല എന്നതും, വീണ്ടും ഈയാമ്പാറ്റകളെ പോലെ ഇവരുടെ കെണിയിൽ വീഴുന്നു എന്നുള്ളതും തീർച്ചയായും ഒരു ചോദ്യചിഹ്നമാണ്.
നിക്ഷേപക സംഘടനയായ പോപ്പുലർ ഫിനാൻസിൻ്റെ നിക്ഷേപക സംഘടനയായ PFDA, അതായത് പോപ്പുലർ ഫിനാൻസ് ഡെപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇത്തരണത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. PFDAയുടെ ആദ്യ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ CS നായർ സാറും അദ്ദേഹത്തിൻ്റെ ടീമും നയിച്ച ആദ്യത്തെ കമ്മിറ്റി നിരവധി സമരങ്ങൾ, റാലികൾ, ധർണകൾ എന്നിവയാണ് ഇവിടെ നിക്ഷേപകർക്ക് വേണ്ടി നടത്തുകയെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നന്ദിപൂർവ്വം സ്മരിക്കണം. അതുപോലെ ഇപ്പോഴത്തെ PFDAയുടെ പ്രസിഡന്റ് ശ്രീ സിദ്ധാർത്ഥനാശാൻ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രഭാകരൻ അടൂർ, ട്രഷറർ ശ്രീ സുനിൽ ഏനാഥ്, അതുപോലെ കർമ്മനിരതരായ കോർ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും എത്രയും പെട്ടെന്ന് നിക്ഷേപകരുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. നിരവധി കേസുകളാണ് വിവിധ കോടതികളിൽ നമ്മുടെ സംഘടന നിരവധി കേസുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കീഴ്ക്കോടതി മുതൽ അതുപോലെ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ അഭിഭാഷകരെ വെച്ച് നമ്മൾ കേസുകളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബഡ്സ് കോടതി ആലപ്പുഴയിൽ നിലവിൽ വന്നതോടുകൂടി എത്രയും പെട്ടെന്ന് തന്നെ നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കുകയും നിക്ഷേപകർക്ക് നീതി ലഭിക്കുകയും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഏതാണ്ട് 90ഓളം നിക്ഷേപകർ മരണമടഞ്ഞ ഒരു സാമ്പത്തിക തട്ടിപ്പാണിത്. ഇതിനകം തന്നെ ഈ നിക്ഷേപക തട്ടിപ്പ് നടന്നതിന് ശേഷം ഏതാണ്ട് 90ഓളം നിക്ഷേപകരാണ് നമ്മെ വിട്ട് പോയിട്ടുള്ളത്. അവരുടെ എല്ലാ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ പോപ്പുലർ ഫിനാൻസ് നിക്ഷേപിച്ച പാവപ്പെട്ട നിക്ഷേപകർക്ക് നീതി ലഭിക്കുമെന്നും ഇവരുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കോമ്പിറ്റൻ്റ് അതോറിറ്റിയും അതുപോലെ വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് ലേലം ചെയ്ത് അതുപോലെ തന്നെ നിക്ഷേപകർക്ക് പണം എത്രയും പെട്ടെന്ന് കിട്ടുകയും ചെയ്ത് നിക്ഷേപകർക്ക് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.